നിങ്ങൾ കടം തരുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും കടം കൊടുക്കില്ല സുഹൃത്തുക്കളെ. അത് വളരെ പ്രത്യേകമുണ്ട്. നിങ്ങൾ അതിനെ കുറിച്ചൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. നമ്മളൊരു സുഹൃത്ത്, ഞാനിപ്പോൾ ഒരാളെടുത്ത് എനിക്കൊരു അത്യാവശ്യമുണ്ട്, ഒരു എമർജൻസി ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വീട്ടിലെ പണിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, മോളെ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യമുണ്ട്, എനിക്കൊരു 5 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞാൽ ഒരാൾ തരുമ്പോൾ നമ്മളത് വാങ്ങിച്ചു, ശരി. പക്ഷെ ആ തരുന്ന വ്യക്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കും? എന്തുകൊണ്ട് അദ്ദേഹം എനിക്ക് തന്നു? എല്ലാവർക്കും അദ്ദേഹം കൊടുക്കണം എന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ, എ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ബി എന്ന് പറയുന്ന ഒരാൾ കടം ചോദിച്ചു, ബി എന്ന് പറഞ്ഞ ആൾ കൊടുത്തു. പക്ഷെ ഈ ബി എന്ന് പറഞ്ഞ ആള് സി എന്ന് പറഞ്ഞാക്കോ, ഡി എന്ന് പറഞ്ഞാക്കോ, ഇ എന്ന് പറഞ്ഞാക്കോ കൊടുക്കണമെന്നില്ല. എന്തുകൊണ്ട്? അതിനൊരു കാരണമുണ്ട്. കാരണം നിങ്ങളുടെ അടുത്ത് ചില എക്സ്പെക്ടേഷൻ ഉണ്ട് അദ്ദേഹത്തിന്. നമ്മളിൽ നിന്ന് ചില എക്സ്പെക്ടേഷൻ ഉണ്ട്. നമ്മളൊരു 2 ലക്ഷം രൂപ തരണം, ശ്രീകുമാർ സാർ എനിക്ക് 2 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ശ്രീകുമാർ സാർ എനിക്ക് 2 ലക്ഷം രൂപ തരുന്നുണ്ടെങ്കിൽ ശ്രീകുമാർ സാറ് ഒരു എക്സ്പെക്ടേഷൻ എന്തറിയോ? അശോകൻ സാറിന് ഇന്ന് 2 ലക്ഷം കൊടുത്താൽ നാളെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അദ്ദേഹം 50,000 എന്നെ ഹെൽപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ എനിക്ക് 1 ലക്ഷം ഹെൽപ്പ് ചെയ്യും, ചിലപ്പോൾ അദ്ദേഹം എനിക്ക് 5 ലക്ഷം രൂപ സഹായിക്കും. അതായത് ഒരു എക്സ്പെക്ടേഷൻ നമ്മുടെ അടുത്തുണ്ട്. പേർവിൻ ഇന്റർനാഷണൽ നിങ്ങളെ കൊണ്ടുവരുന്ന വ്യക്തി നിങ്ങളുടെ അടുത്ത് പൈസ തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിന് നമ്മളിൽ നിന്ന് പല എക്സ്പെക്ടേഷൻ ഉണ്ട്. അത് ഫുൾഫിൽ ചെയ്യാൻ നമ്മളെന്നും ജഗരൂകരായിരിക്കണം. കാരണം വന്ന ആളുകൾ നമുക്ക് പൈസ തരുമ്പോൾ, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് അവർ വരുമ്പോൾ അവർക്ക് നമ്മളെ മാത്രമേ അറിയൂ. പേർവിൻ ഇന്റർനാഷണൽ വലിയ കമ്പനിയാണെന്നോ അവർക്ക് കുറെ കാലം കഴിയുമ്പോഴാണ് മനസ്സിലാവുക. പക്ഷെ അവര് നമുക്ക് തരുന്ന പൈസയോടൊപ്പം വലിയൊരു എക്സ്പെക്ടേഷൻ, ഒരു പ്രതീക്ഷ അവര് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അത് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയാൽ ഈ ഒരു വർഷം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സൂപ്പർ ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കും. ഇപ്പൊ മെറ്റാക്രാറ്റായിട്ട് ഒരുപാട് ആൾ വന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ നമ്മളെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനീഷ് സാർ, ഷാജി സാർ ഇന്നലെ വിളിച്ച് എൻ്റെ അടുത്ത് ചോദിക്കാണ്, സാറേ ഇന്നലെ 2 മെറ്റാക്രാറ്റ് ആയിട്ടുണ്ടല്ലോ, 3 ലക്ഷം രൂപയുടെ മുകളിലെ മെറ്റാക്രാറ്റ് ആണ് രണ്ടാളെ പേരിൽ 2 ഐഡിയിൽ വന്നിരിക്കുന്നത്, ഡൗൺലൈൻസ്. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, എൻ്റെ അടുത്ത് വിളിച്ചു, 2 മെറ്റാക്രാറ്റ് വന്നിട്ടുണ്ടായി സാറേ, അത് എവിടെന്നാ വന്നത്, എന്റെ ഏത് ഗ്രൂപ്പിലാ വന്നത്, ഏത് ഭാഗത്ത് വന്നിരിക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കണം സാർ. ഒരു 3 ലക്ഷം രൂപയുടെ ബിസിനസ്, അതായത് 2 പേർക്കും കൂടിയ മനീഷ് സാറിനെ സംബന്ധിച്ച് 6 ലക്ഷത്തിന്റെ ബിസിനസ്സാണ്, ഷായ് സാറിനെ സംബന്ധിച്ച് 3 ലക്ഷത്തിന്റെ ബിസിനസ്സാണ്. അവർ ഇന്നലെ കൊടകിലൊക്കെ യാത്രയായതുകൊണ്ട് മൊബൈൽ കണക്ഷനോ കാര്യങ്ങളൊന്നും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്ന് രാവിലെ വിളിക്കുമ്പോഴാണ് ചോദിക്കുന്നത്, എവിടെയാണ് സാറേ ഈ ആള് വന്നിരിക്കുന്നത്? സുഹൃത്തുക്കൾ, ഇങ്ങനെ ചോദിക്കാൻ പറ്റും, ഏതെങ്കിലും ബിസിനസ് ഒന്ന് കാണിച്ചു തരാൻ പറ്റും? 6 ലക്ഷത്തിന്റെ ബിസിനസ് താഴെ വന്ന് നടന്നപ്പോൾ അത് എവിടെയാണ് നടന്നതെന്ന് ചോദിക്കുന്ന ഒരു ബിസിനസ് കാണിച്ചു തരാം. ഞാൻ 35 വർഷം ബിസിനസ് ചെയ്താണ്. ഒരു 10,000 രൂപ എക്സ്ട്രാ ബിസിനസ് നടന്നാൽ പോലും നമ്മൾ അറിയും ഇല്ല, നമ്മൾ ഇൻവോൾവ്മെന്റ് ഉണ്ടാവണം അവിടെ. ഇവിടെയാണെങ്കിലോ ഇന്നലെ കൊടക് പോയി തിരിച്ചു വരുമ്പോൾ 6 ലക്ഷത്തിന് ബിസിനസ് കയറി. അവരറിയുന്നില്ല ആരാണ് ചോദിക്കുന്നത്. അവര് പേര് കണ്ടപ്പോൾ പോലും അവർക്ക് അറിയില്ല, പേര് വായിച്ചു, അപ്പൊ അവർക്ക് അറിയുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ ബിസിനസിന്റെ രീതി അതാണ്. നമ്മളെ ഇൻവോൾവ്മെന്റ് കുറച്ചേ ഉള്ളൂ, തുടക്കത്തിലേ ഉള്ളൂ. ബാക്കി എന്താ? ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടും. ഇന്നിപ്പോ അവരൊക്കെ ടീം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഓൾ ഓവർ കേരള മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ഇന്നലെ ഗ്രേറ്റ് രാജീവൻ സാറ്, കോഴിക്കോട് രാജീവൻ സാറ്, അദ്ദേഹത്തിന്റെ ഒരു കോണ്ടാക്റ്റിൽ സംസാരിച്ചപ്പോ ഒരു ഏർലി ബേർഡ്, 3 ലക്ഷത്തിന്റെ ഏർലി ബേർഡ് വന്നു. ഏത് ബിസിനസ്സിലാണ്? അദ്ദേഹം ഇവിടെയല്ല, ആന്ധ്രാപ്രദേശിലുള്ള ഒരാളാണ്. ആന്ധ്രാപ്രദേശിലുള്ള ഒരാൾക്ക് ഒരു ഫോൺ കോളിലൂടെ 2 പ്രാവശ്യമാണ് ടോട്ടൽ സംസാരിച്ചിരിക്കുന്നത്. ഞാൻ 1 പ്രാവശ്യം, സാറ് 1-2 പ്രാവശ്യം സംസാരിച്ചു. അദ്ദേഹം ഏർലി ബേർഡ് ചെയ്തു, അച്ചീവ് ചെയ്തു. വന്ന പൈസ എവിടെ നിന്നാണ്? ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ഇതാണ് ഈ ബിസിനസിന്റെ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടില്ലേ ബിസിനസിന്റെ മഹത്വം. നേരെ മറ്റൊരു ഷോപ്പിൽ ഒരു 3 ലക്ഷത്തിന്റെ ബിസിനസ് നമുക്ക് നടക്കണമെങ്കിൽ നമ്മൾ എത്ര രൂപ സ്റ്റോക്ക് വെക്കേണ്ടി വരും? അത് സെയിൽസ് ആവണമെങ്കിൽ എത്ര സമയം എടുക്കും? ഇപ്പൊ 3 ലക്ഷത്തിന്റെ ബിസിനസ് എന്തായാലും 3 ലക്ഷത്തിന്റെ സ്റ്റോക്ക് വന്നിട്ട് ഒരാൾ ഒരു കടയിൽ ആകെ 3 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉണ്ട്, ആ 3 ലക്ഷത്തിന്റെ സ്റ്റോക്ക് എടുത്തിട്ട് ഒരാൾ പോകും. 3 ലക്ഷത്തിന്റെ സ്റ്റോക്ക് വിൽക്കണമെങ്കിൽ മിനിമം 30 സ്റ്റോക്ക് വേണ്ടേ? ഇപ്പൊ എത്ര സിമ്പിളാണ് നമ്മുടെ ബിസിനസ്, എത്ര ഈസിയാണ് ബിസിനസ്. ഈ ബിസിനസ്സിനെ ഞാൻ വീണ്ടും പറയുന്നു, നമ്മളെ ബേണിംഗ് പീരീഡിലുള്ള 100 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമുക്ക് എന്തും നേടാൻ പവർഫുള്ള ഒരു സമയമാണ്. 100% ഇൻവോൾവ് ചെയ്യുന്നവർക്ക്, 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫീൽഡിൽ പോയോ ഫോണിലൂടെയോ പേഴ്വെയിൻ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന മാസങ്ങൾ. കാരണം സിസ്റ്റം 2025 അത്ഭുതങ്ങൾ കൊണ്ടുവരാമെന്ന് പറയുന്നത് 2019 പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
നിങ്ങൾ പേൾവൈൻ്റെ ഇപ്പോഴത്തെ വെബ്സൈറ്റിൽ ചെറുത് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു നോട്ടീസ് ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കണം. എന്തൊക്കെ ഫെസിലിറ്റിയാണ് വരാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഇന്ന് കുറേ സമയം വൈകിട്ടുണ്ട് എനിക്കറിയാം, പക്ഷെ ഞാൻ ഇത്രയും കാര്യങ്ങൾ നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ, ആളുകൾക്ക് വേണ്ട ഗൗരവം ഇതിൽ ഉണ്ടായില്ലെങ്കിൽ വലിയൊരു നഷ്ടം നമ്മളെ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്നുള്ള പൂർണ്ണ ബോധ്യം കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ മാർച്ച് 16 മറ്റന്നാൾ ആലുവ മീറ്റിംഗിൽ, നാളെയാണ് മാർച്ച് 16 എന്ന് പറയുന്നത്, നാളെ ആലുവ മീറ്റിംഗിൽ പങ്കെടുക്കാൻ നോക്കുക. അതുപോലെ മാർച്ച് 22 പാതിരാപ്പള്ളി മീറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആണ്. അതിലെ പങ്കാളിത്തം ഉറപ്പാക്കാനും മെറ്റാക്രാറ്റ് പദവിയിലേക്കുള്ള വലിയൊരു ക്രൈറ്റീരിയയും കൂടിയാണ് ഈ ഫിസിക്കൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന അതിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടുന്ന മീറ്റിംഗ് ആണ് എവിടാ? നമ്മൾ പലപ്പോഴും നമ്മൾ അറിയാതെ മെറ്റ ആർമി ടീം നമ്മളെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മളെ ക്ഷമാശീലങ്ങൾ, ഇത് പേഴ്വൻ ചെയ്യുന്ന കാര്യം കേട്ടോ, നമുക്ക് എത്രത്തോളം ക്ഷമയുണ്ട്. എന്നെ സംബന്ധിച്ച് ആദ്യത്തെ 3 മാസം കഴിയുമ്പോൾ 3 മാസമാണ് ഓഫാക്കി വെച്ചത്. 3 മാസം കഴിഞ്ഞ് 90 ദിവസം കൊണ്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ സിസ്റ്റം എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ വ്യക്തിക്ക് ക്ഷമ ചെയ്തുകൊണ്ട് സഹന വ്യക്തി, അതെ ഞാൻ വേറെ മീറ്റിംഗ് പ്രൊമോട്ട് ചെയ്തില്ല, സ്റ്റെപ്പായിട്ട് നമ്മളൊരു പ്രോസസ്സിലൂടെ കടന്ന് നമ്മളെ മറ്റൊരു പരിശോധിക്കുന്നത്. മെറ്റാർമിയെ സംബന്ധിച്ച് മെറ്റാർമിയുടെ പേരിടുന്ന കാര്യത്തിൽ വോയിസ് കുറയുന്നുണ്ടല്ലോ സാറേ. ഇപ്പൊ ക്ലിയർ ആയി സാറേ? ഓക്കെ. നമ്മൾ ഇതിനാ മെറ്റ ആർമി എന്ന് പറയുന്ന ആർമി എന്ന പദം ഉപയോഗിച്ചത്. നമുക്ക് ആ ആർമി എന്നുള്ള ഉദ്ദേശം എന്താണ്, ആർമിയുടെ എന്താണ് പ്രത്യേകത, ആർമിയിൽ ജോലി ചെയ്യുന്ന ആർമിയിലേക്ക് ബന്ധപ്പെട്ട ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും നമുക്കും അറിയാം. കാരണം അവിടെ നമ്മളെ സംബന്ധിച്ച് ആർമിയിലേക്ക് പോകുന്നവർ ഒരു യുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ബോർഡറിൽ നമ്മൾ നിൽക്കുന്ന സമയത്തോ പട്ടാളത്തിൽ നിൽക്കുമ്പോൾ വേറെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല. അവരെ സംബന്ധിച്ച് ആ ഒരു ആർമിയായിട്ട് ബന്ധപ്പെട്ട മാത്രം ഇൻവോൾവ്മെന്റ് ആണ്. അതുപോലെ വേൾഡില് ആർമി എന്ന വേർഡ് ഉപയോഗിച്ചത്, മെറ്റ ആർമി എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിച്ചതും നമ്മൾ ഒരു ആർമി ഫോമിലേക്ക് നമ്മൾ വേണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് പല ആളും മെറ്റാക്രാറ്റ് ആവണം ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗിൽ പങ്കെടുക്കണം. കാരണം നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയ ശേഷമാണ് പ്രധാനമന്ത്രി ആയത്. അദ്ദേഹം പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് ഗുജറാത്ത് വിട്ട് വേറെ എവിടെയും പോരാൻ പറ്റൂല, ഞാൻ ഗുജറാത്തിൽ മാത്രം നിന്നുകൊണ്ട് മാത്രമേ എനിക്ക് പ്രധാനമന്ത്രി ആവും ആവാൻ പറ്റൂ എന്ന് പറഞ്ഞിരുന്ന അദ്ദേഹത്തിന് അതിന്റെ കാൻഡിഡേറ്റ് ആക്കുന്നവരും വിശ്വസിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇല്ല. കാരണം പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ താമസിക്കണം, ഡൽഹിയിലുള്ള കാര്യങ്ങൾ പങ്കെടുക്കണം, ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യണം, വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യണം. അതുപോലെ മെറ്റാക്രാറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ, ഇത് മീറ്റിംഗിൽ പങ്കെടുക്കാൻ റെഡി ഉണ്ടെങ്കിൽ മാത്രമേ മെറ്റ ആർമിയുടെ ടീം അവരെ സെലക്ട് ചെയ്യൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഈ മാസവും നമുക്ക് ഒന്നിലധികം മെറ്റാക്രാറ്റ് ഉണ്ടാവും. ഏകദേശം ഈ വർഷം നമുക്ക് 24ഓളം മെറ്റാക്രാറ്റ് ആണ് പ്ലാൻ ചെയ്തത്. ഇപ്പോഴും 18 പേര് മാത്രമാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. എന്ന് വെച്ചാൽ ഇനിയും 5-6 പേര് വരാനുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗിൽ നിരന്തരമായി പങ്കെടുത്ത ആളുകളാണെങ്കിൽ, ഇനി ഫിസിക്കൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളെങ്കിൽ തീർച്ചയായിട്ടും മെറ്റാക്രാറ്റ് പദവിക്കുള്ള അംഗീകാരം കിട്ടുന്നുണ്ടാവും. നിങ്ങൾ ആക്റ്റീവ് അപ്ലൈ ചെയ്തിട്ട് ബന്ധപ്പെടുക. അങ്ങനെ അതുപോലെ ആലപ്പുഴയിലുള്ള നമ്മുടെ ഗ്രേറ്റ് ലീഡർ ജനാർദ്ദ ബാബു സാറിന്റെ മീറ്റിംഗ് 22 പാതിരാപ്പള്ളി മീറ്റിംഗിൽ പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കുക. ഫിസിക്കൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിൽ പ്രത്യേക റാങ്ക് മാർക്കുകൾ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ മെറ്റാക്രാറ്റിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സമ്മാനങ്ങളെല്ലാം വിതരണം ഈ പ്രോഗ്രാമിൽ വെച്ച് നടക്കുന്നുണ്ടാവും. മെറ്റാക്രാറ്റിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും അവർക്ക് ചില ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇൻസ്പിറേഷന് വേണ്ടി പാതിരാപ്പള്ളിയിൽ പങ്കെടുക്കാം.
ഇന്ന് വളരെയധികം സമയം നമ്മൾ കളഞ്ഞു, അല്ലെങ്കിൽ സമയം കൂടുതലെടുത്തു. പക്ഷെ ഈ ഇത്രയും സമയം എനിക്ക് വലിയ ഒരു പാണ്ഡിത്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നുമില്ല. ഞാൻ സാധാരണ ഒരു ബിസിനസ്സുകാരനാണ്. എനിക്ക് സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല. പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, എന്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളായിട്ട് തുറന്ന് പറഞ്ഞെന്ന് മാത്രം. കാരണം ഇത് ഞാൻ എപ്പോഴും പറയുന്നില്ല. ചില സമയത്ത് എനിക്കൊരു ഇന്നത്തെ മൂഡിൽ ഞാൻ പറഞ്ഞത്. കാരണം ഈ 100 ദിവസം, വരുന്ന 100 ദിവസം ബേണിംഗ് പീരീഡില് പേൾവെയിനുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ആരൊക്കെ ഇൻവോൾവ് ചെയ്യുന്നു, ആ 3 മാസം കഴിയുമ്പോൾ അവരുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ PVC മെറ്റയും പേൾവെയിനും മെറ്റാർമയും കൂടി നിങ്ങൾക്ക് ഓഫർ തന്നെ 100% വിജയിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല, ഒരു സംശയമില്ല. അത് മാത്രല്ല, മെറ്റാർമി നമ്മളെ ഗ്രൂപ്പ് 101ാമത്തെ മീറ്റിംഗ് മുതൽ പ്രൈവറ്റ് ആക്കുന്നുണ്ടാവും. കാരണം വളരെ ആക്റ്റീവായിട്ടുള്ള, വളരെ സജീവമായിട്ടുള്ള പേൾവെയിൻ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മെറ്റാന്റെ ടീം, ഞാനല്ല കേട്ടോ, മെറ്റാർമി എന്ന് പറയുന്ന ടീമിന്റെ ആളുകൾ ഇത് പ്രൈവറ്റ് ആക്കുന്നുണ്ടാവും. പിന്നീട് ഇവർക്ക് ഇൻവോൾവ് ചെയ്യണമെങ്കിൽ പല ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യേണ്ടിയിരിക്കും. കാരണം എന്താ അറിയോ, ആളുകൾ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ടാ, തുറന്നു പറയാം. കാരണം നമ്മൾ ഓഫർ ചെയ്തിരിക്കുന്ന 90, 100, 120 ആൾക്കാരാണ്. അതിൽ കൂടുതൽ ആളുകളെ ഈ വർഷം, വരുന്ന വർഷം സക്സസ്ഫുൾ ആക്കാൻ മെറ്റാർമിയുടെ ടീമിന് ഉദ്ദേശമില്ല. തുറന്നു പറയുന്നതാണ്, ഒന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം ചില ആൾക്കത് വിഷമുണ്ടാക്കുന്ന കാര്യമായിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ തുറന്നു പറയുന്ന അറിയോ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ, ഓപ്പണായി പറയേണ്ടത് കൊണ്ട് തന്നെ ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ. അതുകൊണ്ട് സമയം വൈകിയ വേളയിൽ ഇത്രയും സമയം എന്നെ കേട്ട് എന്നെ ശ്രവിച്ച മുഴുവൻ ആളുകൾ, 170 ആളുകളുണ്ട്. തീർച്ചയായിട്ടും പരമാവധി ആളുകൾ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകളിൽ 100% ഇൻവോൾവ് ചെയ്യുക, അതുമായിട്ട് പ്രവർത്തനങ്ങളിൽ മുഴുകുക. അതിനുവേണ്ടി മാത്രം ജീവിക്കാൻ തീരുമാനിച്ചാൽ വരുന്ന ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ, നേരത്തെ പറഞ്ഞ നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ വീട്ടിൽ നമ്മൾ സക്സസ്ഫുൾ ആയെന്നും മീഡിയയിൽ പറഞ്ഞാൽ നമ്മളെ വീട്ടുകാരും വിശ്വസിക്കും. ഇപ്പോ നമ്മുടെ വീട്ടിലെ മറ്റു മെമ്പർമാർ പോലും ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ ചിലപ്പോൾ എന്റെ മക്കളോടോ, അല്ലെങ്കിൽ എന്റെ അച്ഛനോടോ, അമ്മയോടോ, അനിയത്തിമാരോടോ, എന്റെ ബന്ധുക്കളോ, സഹോദരങ്ങളോ, മരുമക്കളോടോ ഞാൻ വിജയിച്ചു, എന്റെ മരുമോനെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. പക്ഷെ മലയാള മനോരമയിൽ പ്രിന്റ് അടിച്ചപ്പോഴോ അവർ വിശ്വസിക്കും. അതാണ് ലോകം. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി പറയുന്നതാണ് അവസാന വാക്ക്. അതുകൊണ്ട് തന്നെ മെറ്റാർമിയിലൂടെ മെറ്റാക്രാഫ്റ്റിനെ കുറിച്ചിട്ട് വലിയ രീതിയിൽ ലോകം അറിയുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു. വളരെ വൈകി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ. ഗുഡ് നൈറ്റ്.